കള്ളത്തിക്കോട് ദുരന്തത്തിന്റെ ജുഡീഷ്യൽ അന്വേഷണത്തിന് ചുമതല വഹിക്കുന്ന ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ ചൊവ്വാഴ്ച തൃശൂരിലെത്തും. അപകടത്തിൽ പരിക്കേറ്റവരെ നേരിൽ കാണും. വെടിക്കെട്ടും വെടിവഴിപാടും ആചാരങ്ങളുടെ ഭാഗമെന്നും വെടിക്കെട്ടിന്റെ രീതി മാറ്റിയാൽ അപകടം കുറയ്ക്കാമെന്നും ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ പറഞ്ഞു. വെടിക്കെട്ടിൻ്റെ അറേഞ്ച്മെൻറ്റ് നടത്തിയിരുന്നത് എങ്ങനെയാണ്, എത്ര ബിൽഡിങ്സ് ഉണ്ടായിരുന്നു, എത്ര അടുത്താണ്, എത്ര സ്റ്റോർ ചെയ്തിരുന്നു, അതിനെക്കുറിച്ചെല്ലാം പഠിക്കും. ഈ വെടിക്കെട്ട് അപകടരഹിതമായിട്ട് നടത്താൻ ആണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. അതിനാണ് കമ്മീഷൻ പ്രധാനമായിട്ട് ഊന്നൽ കൊടുക്കുന്നത്. വെടിക്കെട്ട് നിരോധിക്കുക എന്നുള്ളതിനെക്കുറിച്ച് കമ്മീഷൻ്റെ സ്കോപ്പ് ഓഫ് വർക്കിലുണ്ട്. അതിനെക്കുറിച്ച് റെക്കമെൻഡ് ചെയ്യും. വെടിക്കെട്ടിൻ്റെ പാറ്റേൺ മാറ്റിയാൽ ഒരുപക്ഷെ വെടിക്കെട്ടിനെ കൂടുതലൊരു ലൈറ്റ് ഷോ ആക്കി മാറ്റുകയാണെങ്കിൽ അപകടം ഒരുപക്ഷെ കുറയ്ക്കാൻ സാധിക്കുമായിരിക്കും. അല്ലെങ്കിൽ അപകടം വല്ലതും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വ്യാപ്തി വളരെ കുറയ്ക്കാൻ സാധിക്കുമായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുക. സൈഫുന്നിസയുണ്ട് വിവരങ്ങളുമായി. സൈഫുന്നിസ, കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഈ വെടിക്കെട്ടിൻ്റെ രീതി മാറ്റിയാൽ, അത് ഒരു കുറെ കൂടി ഒരു ലൈറ്റ് ഷോ ആക്കി മാറ്റിയാൽ, വർണ്ണവിസ്മയമാക്കി മാറ്റിയാൽ തീർച്ചയായും ഇത്തരത്തിലുള്ള അപകടങ്ങളുടെ ഒരു വ്യാപ്തി കുറയ്ക്കാം എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അത്തരമൊരു ബോധ്യത്തിൽ കൂടിയാണ് അദ്ദേഹം നിലവിൽ ഈ അന്വേഷണത്തിൻ്റെ ചുമതല വഹിക്കുന്നത് എന്നും മനസ്സിലാക്കാം. അദ്ദേഹം എപ്പോഴാണ് അവിടെ എത്തുക, എന്തൊക്കെയാണ് അന്വേഷണ വഴികൾ, എന്താണ് വിവരങ്ങൾ? ശ്യാമലി, ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷമാകും തൃശ്ശൂരിലേക്ക് പോവുക. ടേംസ് ഓഫ് റെഫറൻസ് 2 ദിവസത്തിനകം കിട്ടും. അതിനുശേഷം അദ്ദേഹം തൃശ്ശൂരിലേക്ക് പോകും. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് വൈകിട്ട് 4 മണിയോടുകൂടിയാകും അദ്ദേഹം തൃശ്ശൂരിലേക്ക് എത്തുക എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. വെടിക്കെട്ടും വഴിപാടും ഒക്കെ ആചാരങ്ങളുടെ ഭാഗമാണ്. അത് നിരോധിക്കുക എന്നുള്ളത് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് സർക്കാർ അങ്ങനെ ഒരു തീരുമാനം എടുക്കുമോ എന്ന് തനിക്ക് അറിയില്ല. എന്തായാലും വെടിക്കെട്ടിന്റെ രീതി മാറ്റിയാൽ തന്നെ ഈ രീതിയിലുള്ള അപകടങ്ങൾ കുറയ്ക്കാനാകും. തൃശ്ശൂർ പൂരം നടക്കുന്നത് വളരെ വലിയ വേനൽക്കാലത്താണ്, മോശം കാലാവസ്ഥയിലാണ്. അത് ഈ കരിമരുന്ന് പ്രയോഗം കൂടി ആകുമ്പോൾ അതിന്റെ ഒരു അപകടത്തിന്റെ വ്യാപ്തി കൂടുകയും ചെയ്യും. അതുകൊണ്ടാണ് ആ രീതി ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വെടിക്കെട്ടിന്റെ അപകടങ്ങൾ കുറയ്ക്കാനാകും. എന്തായാലും എല്ലാവരുടെ അഭിപ്രായങ്ങൾ കേട്ട് 6 മാസമെങ്കിലും സമയമെടുത്ത് ഈ റിപ്പോർട്ട് അവതരിപ്പിക്കാനാകൂ എന്നാണ് ഇപ്പോൾ CN രാമചന്ദ്രൻ നായർ പറഞ്ഞത്.